ഗൈസ് ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്നാപ്സീഡിൻ്റെ ഒരു ചെറിയ എഡിറ്റിംഗ് പരിപാടിയായിട്ട് നമുക്ക് ഈ ബൊക്കെ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചാൽ എൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു ബൊക്കെ ആയിട്ടുള്ള പിക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു ബൾബിൻ്റെ ബാക്കിൽ കൂടുതൽ എന്താ പറയുക LED പോലത്തെ അഥവാ LED മങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു ബ്ലറിങ് എഫക്റ്റ്, അതിനാണ് ബൊക്കെ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ചിത്രത്തിൽ ഇതേപോലെ ഒരു ബൊക്കെ കൊണ്ടുവരാൻ നിൽക്കുകയാണ്. എഡിറ്റിങ് ഞാൻ വളരെ എന്താ പറയുക പെട്ടെന്നാണ് ചെയ്യുന്നത്, വളരെ ക്ലിയർ ഒന്നും ആക്കിയുള്ള ബട്ട് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ബൊക്കെ കൊണ്ടുവരുന്ന ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ട്രിക്സ് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്. വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ബൊക്കെ എഫക്റ്റ് ആണ് കൊണ്ടുവരാനുള്ളത്. ബൊക്കെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സിൽ ബ്ലർ എഫക്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു ലൈറ്റിൻ്റെ കണിക പോലെ അഥവാ ഒരു LED ബ്ലർ ചെയ്ത് എന്ത് ചെയ്യും, അതായിരിക്കും ഒരു ബൊക്കെ എഫക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാധനം ആദ്യം ഡൗൺലോഡ് ചെയ്യണം, കുറച്ച് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യണം. അതിന് നമ്മൾ ഫേക്ക് ബൊക്കെ എന്ന് വെറുതെ സെർച്ച് ചെയ്യാം. അതും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനകത്ത് ഇമേജ് പോയിട്ട് പ്യുവർ ആയിട്ടുള്ളത്, ഇതൊക്കെ പ്യുവർ ആയിട്ടുള്ള ബൊക്കെകളാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് പ്യുവർ ആയിട്ടുള്ള ബൊക്കെകൾ മാത്രം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള ബൊക്കേസാണ്. ഞാൻ എപ്പോഴും ചെറിയ ബൊക്കേസാണ് കൂടുതൽ എല്ലാവരോടും ഡൗൺലോഡ് ചെയ്യാൻ പറയാറ്. കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ഒരു എന്താ പറയുക ഒരു രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ഇന്ന് ഇതാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. വെറുതെ നിങ്ങളുടെ ചിത്രത്തിനൊരു പ്രത്യേകത വേണം. ബൊക്കെ എടുക്കുന്ന എപ്പോഴും ഒന്നെങ്കിൽ നല്ല ഡാർക്കി മൂഡിലായിരിക്കണം. ഒരു എന്താ പറയുക ഫോട്ടോയുടെ മൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഇതിലേക്ക് പോവുകയാണെങ്കിൽ പക്ക ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ബൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണെങ്കിലും കാണാൻ ഒരു രസത്തിന്. അതപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഞാൻ ഈ കുട്ടിയുടെ ഒരു ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. നേരെ നമ്മൾ എങ്ങനെയാണ് ബൊക്കെ കൊണ്ടുവരുന്നത് എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ആദ്യം ഞാൻ ഡബിൾ എക്സ്പോഷർ ഞെക്കി, അതിന് ശേഷം ഞാൻ അവിടെ പ്ലസ് ബട്ടൺ ഞെക്കി. എന്നിട്ട് ഞാൻ ഇതൊക്കെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. ബട്ട് എനിക്ക് എന്തോ ഇത് ഞാൻ എടുത്തിട്ട് കറക്റ്റ്ലി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. ഈ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ മുഖത്ത് വരുന്നുണ്ടോ അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങളുടെ ഒരു എന്താ പറയുക ലുക്കിന് നിങ്ങൾക്ക് ഇത് പക്കയാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഈ കുട്ടിയുടെ മുഖത്ത് വരുന്നുണ്ടോ അതൊന്നും നമുക്കൊരു സീനുള്ള കാര്യമല്ല. ഓക്കെ, എനിക്ക് ചെറിയ ബൊക്കേസാണ് എപ്പോഴും ഇഷ്ടം. പക്ഷേ ഇത് ഒരു മീഡിയം, എന്നാൽ ഈ ഫോട്ടോയ്ക്ക് അനുസരിച്ച് ഒരു പക്കയായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ടിക്ക് കൊടുത്തു. അപ്പോഴും തോന്നിയിട്ടുണ്ടാവും എനിക്ക് ഈ കുട്ടിയുടെ മുഖത്തൊക്കെ വരുന്നുണ്ടല്ലോ. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ റിവേർട്ടിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും. അത് ഞെക്കിയിട്ട് വ്യൂ എഡിറ്റ്സ് നോക്കാം. വ്യൂ എഡിറ്റ്സ് നോക്കിയിട്ട് ഡബിൾ എക്സ്പോഷറിൻ്റെ ഉണ്ടില്ലേ, നിങ്ങൾ മുമ്പേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഞെക്കിയത് ഓപ്ഷൻ ഡബിൾ എക്സ്പോഷർ ആയതുകൊണ്ട് അത് ഞെക്കുക. അതിനുശേഷം ഇവിടെ ഒരു എന്താ പറയുക ബ്രഷിൻ്റെ ചിഹ്നം ഉണ്ടാവും. ആ ബ്രഷിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 100 കിടക്കുന്ന സാധനമാണ്. നമുക്ക് ആദ്യം മറ്റേ സാധനം മുന്നിൽ കൊണ്ടുവരണം. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണോ നമുക്ക് ആ സാധനം റിമൂവ് ചെയ്യാനുള്ളത് അതൊന്ന് വെറുതെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ റബ്ബ് ചെയ്തു. ഞാൻ ഒന്ന് റബ്ബ് ചെയ്തു. എന്നാലും ആ കുട്ടീനെ ക്ലിയർ ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ റബ്ബ് ചെയ്തതിൻ്റെ ക്ലിയർ ആയിട്ടില്ല. ഞാൻ ഒന്നുകൂടി റബ്ബ് ചെയ്യാണ്. പക്ക ക്ലിയർ ആയിട്ട് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയും കുറച്ച് ഷെയ്ഡ് കൂടി കിടക്കുന്നുണ്ടാവും. അഥവാ വൈറ്റ് ഷെയ്ഡ് കൂടുന്നുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ ലൈറ്റ് റൂമിലോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ കർവ് ശരിയാക്കുക. എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് കർവ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഈ ഭാഗത്ത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് വൈറ്റ്നിങ് കൂടിയിട്ട് കമ്പയർ ടു ബാക്കി. അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാൻ മായ്ക്കുന്ന പറഞ്ഞു, ഞാൻ അതേപോലെ തന്നെ ആ ഡബിൾ എക്സ്പോഷർ അവിടെ കൂട്ടാൻ പോവാണ്. അതിന് എത്രയാണോ മാക്സിമം സൂം ചെയ്യുക, എവിടെയാണോ അത് രണ്ടാമത് റീഅപ്ലൈ ചെയ്യേണ്ടത് അത് ഈ ഡബിൾ എക്സ്പോഷർ 100 ആക്കുക. നമ്മൾ മായ്ക്കുമ്പോൾ 0 ആക്കണം. എന്ന് പറഞ്ഞാൽ അത് മാഞ്ഞ് കളയണമെങ്കിൽ 0 ആക്കണം. നമുക്കത് മാക്സിമം അത് തിരിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു 100 അവിടെ പിന്നെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം തിരികെ വരും. എനിക്കൊരു ചെറിയ ബ്ലറിങ് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക അപ്പത്തെ ഒരു അഭിരുചി പോലെ ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി വൈറ്റ്നിഷ് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്നും ചെയ്തു. പക്ഷേ ആ ബ്ലർ അവിടുന്ന് കുറേയൊക്കെ പോയിട്ടുള്ളൂ.
എന്നാലും പക്കയായി പോയി എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ പക്കയായിട്ട് ആണ് 25 എന്ന് പറഞ്ഞാൽ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഒരു ലേശം കൂടുതൽ എഡിറ്റ് ആവാൻ പാടില്ല, എന്നാലും കുറച്ചൊക്കെ എഡിറ്റ്. ഇപ്പം കുട്ടിയുടെ മുഖത്തുള്ളതൊക്കെ പോയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു തോട്ടിനനുസരിച്ച് കൊണ്ടുപോകും. ഇപ്പോൾ ഈ വൈറ്റ് നിറം ഞാൻ ഇവിടെ വരാൻ കാരണം ഞാൻ കൂടുതലൊന്നും ഞാൻ എന്താ പറയുക എഡിറ്റിങ്ങിന് സമയം കളയാത്തതുകൊണ്ടാണ്. നിങ്ങൾ മാക്സിമം സൂമൊക്കെ ചെയ്തിട്ട് എഡിറ്റിങ്ങിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യാം. ഈ ഭാഗത്ത് കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരിക. അഥവാ ഇങ്ങനെ വന്നിട്ടും ഒരു പക്ക എഫക്റ്റ് തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടൂൾസിൽ പോയിട്ട് കർവ് ഉണ്ടാവും, അഥവാ നമ്മൾ കണ്ട കേഴ്സ് കണ്ടില്ലേ, അതിനകത്തൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കിയാലും ഒരുവിധ ആ കളറിങ് ഒന്ന് ശരിയായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൊരു ബൊക്കെ എഫക്റ്റ് കൊണ്ടുവരാനുള്ളത്. ഞാൻ വളരെ ഷോർട്ടായിട്ട് എടുക്കാൻ നോക്കിയ വീഡിയോ ആണ്. ബട്ട് ഈ വീഡിയോ നല്ലോണം കൂടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ഞാൻ ഷോർട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഞെക്കുക. ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ പ്രവീൺ സൈനിങ് ഓഫ്. ബൈ. Wow.